കേരള തീരത്ത് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. സംസ്ഥാനത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് കള്ളക്കടൽ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ബീച്ചുകളിൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ബീച്ചുകളിലടക്കം വലിയ രീതിയിലുള്ള നിയന്ത്രണമാണ് ഈ ഓറഞ്ച് അലർട്ടിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസം ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടരുകയുമാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് വെസ്റ്റ് ഹിൽ കോഴിക്കോട് ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ശംഖുമുഖം ബീച്ചിലാണെന്ന് തോന്നുന്നു ടിൻഡു ഉള്ളത്. അവിടുത്തെ ഒരു സാഹചര്യവും നിയന്ത്രണവും എത്രത്തോളമാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖം തീരദേശ മേഖലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല കാര്യമായിട്ട് തന്നെ കടലാക്രമണം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ അലയൊലികൾ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷം ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ടായിരുന്നു വീടുകളുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വീടുകളൊക്കെ ഈ ഇന്നലെ ഉണ്ടായ കടലാക്രമണത്തിൽ ഇതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതായത് വീടിന്റെ അടിസ്ഥാന ഭാഗമാണ് കടലെടുത്തിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് ബാക്കിയുള്ളവയൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ശംഖുമുഖത്തിന്റെ വലത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ശ്മശാന മൂഖത തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വീടുകളെല്ലാം കടലെടുത്തൊരവസ്ഥ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെയാണ്. പിന്നെ ഈ ശംഖുമുഖത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള തിരയടിയല്ല, താഴ്ന്ന് വെള്ളം കയറി വന്ന് അടിഭാഗം എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കടലാക്രമണം അല്ലെങ്കിൽ കർക്കിടക മാസം, അതായത് ഏതാണ്ട് ജൂൺ ജൂലൈ മാസത്തിലാണ് ഇത്തരത്തിലുള്ള കടൽക്ഷോഭ ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിലും ഈ പ്രാവശ്യം അത് നേരത്തെ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മത്സ്യബന്ധന യാനങ്ങളും വള്ളങ്ങളും ഒക്കെ തീർത്ത് തന്നെ കെട്ടിയിട്ടിട്ടുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും നാളെയും ശക്തമായിട്ടുള്ള നിയന്ത്രണമാണ് കേരള തീരത്ത് നൽകിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾ കർശനമായും മീൻ പിടിക്കാൻ കടലിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വലിയതുറ മേഖലകളിലും സമാനമായ രീതിയിൽ തന്നെയാണ് മത്സ്യബന്ധന യാനങ്ങളും അതോടൊപ്പം തന്നെ കട്ടമരങ്ങളുമായിട്ടുള്ള മീൻപിടുത്തം വലിയതുറ മേഖലയിൽ നിരോധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കട്ടമരം മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് വലിയതുറ മേഖലയിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഈ അർദിയുടെ കാലത്ത് ഈ വലിയതുറ പാലത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് കട്ടമരം കടലിലേക്ക് ഇറക്കി മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ കള്ളക്കടൽ പ്രതിഭാസം വളരെ ശക്തമായി അല്ലെങ്കിൽ വളരെ രൂക്ഷമായ ഒരു തുടർന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നിയന്ത്രണവും കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു കടൽക്ഷോഭ ഭീഷണി അല്ലെങ്കിൽ കടലാക്രമണ ഭീഷണി തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മൾ ഇന്നലെ അഞ്ചുതെങ്ങാണ് പോയത്. അഞ്ചുതെങ്ങിലും സമാനമായ രീതിയിൽ തന്നെയാണ് പല വീടുകളും അടിസ്ഥാനം കൊണ്ട് തന്നെ ഇളകിപ്പോയൊരവസ്ഥയാണ് അഞ്ചുതെങ്കിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചാലുള്ള തീരദേശ മേഖലകളെല്ലാം സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള കള്ളക്കടൽ ഭീഷണി നേരിടുന്നുണ്ട്. ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ഉയർന്നു വരുന്ന തിരമാല അല്ലെങ്കിൽ പോലും ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ ബീച്ചുകളിൽ യാത്രാവിലക്കടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഒരു കരുതലിൻ്റെ ഭാഗമായിട്ട് അത് ശംഖുമുഖത്തടക്കം ഏത് രീതിയിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ നടപ്പിൽ വരുത്തുന്നത്? പ്രത്യേകിച്ച് വെക്കേഷൻ കാലമാണ്, വൈകുന്നേരങ്ങളിൽ കുട്ടികളടക്കം ഈ ബീച്ചുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനുള്ള ഒരു സാധ്യത അത് തന്നെയാണോ കാണുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനുള്ളൊരു രീതി തന്നെയാണ് കാണുന്നത്. ഇനി നമുക്കറിയാം, മെയ് മാസം ഇപ്പോൾ ഏതാണ്ട് 6-ാം തീയതി ആയിട്ടുണ്ട്. ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് മൺസൂണാണ്. ഈ മൺസൂണിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, അതിയായ ചൂടാണ്. ഈ ചൂടിന്റെ ഫലമായിട്ടാണ് സമുദ്രോപരിതലത്തിലെ മർദ്ദം വർദ്ധിക്കുന്നത്. അല്ലെങ്കിൽ ചൂട് വർദ്ധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കടൽക്ഷോഭ ഭീഷണിയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഈ മേഖലകളിലൊന്നും മനുഷ്യവാസമില്ല. എല്ലാവരും ഈ കടൽക്ഷോഭം രൂക്ഷമാകുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്നൊക്കെ തീരം വിട്ട് പോയിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ സാധനങ്ങളും മാറ്റി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കടൽക്ഷോഭ ഭീഷണി കേരളത്തെ 9 ജില്ലകളിലെ തീരങ്ങളിലും ഇത്തരത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാതിരുന്ന പോലെ സമാനതകളില്ലാത്ത രീതിയിലാണ് കടൽക്ഷോഭ ഭീഷണി, കടലാക്രമണ ഭീഷണി കേരളത്തിന്റെ തീരങ്ങളിൽ അലയൊടിക്കുന്നത്. ഇവിടെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരിക്കലും അത്രത്തോളം പ്രവചിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം ദിവസങ്ങളും മണിക്കൂറുകളും എടുത്ത് ആഴക്കടലിൽ നിന്ന് പുറപ്പെടുന്ന ഈ തിരമാലകളാണ് വൻ തിരമാലകളായിട്ട് ഈ കടൽ തീരത്തേക്ക് വീശിയടിക്കുക. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രവചനം സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ആ കള്ളക്കടൽ എന്നുള്ള പേര് പോലും വന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശങ്ങളിൽ നിന്നും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റിപ്പാർപ്പിക്കലടക്കം വേണ്ടിവരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് മുന്നറിയിപ്പുണ്ടോ? അതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഒരു നിലപാട് എന്താണിപ്പോൾ? ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത് ഈ കടൽക്ഷോഭ ഭീഷണി രൂക്ഷമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നും താൽക്കാലികമായിട്ടാണെങ്കിലും മത്സ്യത്തൊഴിലാളികൾ മാറി താമസിക്കണമെന്നൊരു കാര്യമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായാലും അധികൃതരുടെ ഭാഗത്തു നിന്നാലും അറിയിച്ചിട്ടുള്ളത്. അല്ലാതെ പുനരധിവാസിപ്പിക്കാനുള്ള മാർഗങ്ങളോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളോ ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. നിലവിൽ ആവശ്യമാണെങ്കിൽ, അത്യാവശ്യ ഘട്ടമാണെങ്കിൽ മാറി താമസിക്കുക എന്നൊരു കാര്യം മാത്രമേ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അറിയിക്കുന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാന വ്യാപകമായി ഈ സംസ്ഥാനത്തെ തീരദേശ മേഖലകളിൽ വ്യാപകമായിട്ട് തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായിട്ട് രീതിയിൽ തന്നെയാണ് തീരദേശ മേഖലകളിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ഇത് 3ാമത്തെ തവണയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു കടൽക്ഷോഭം അല്ലെങ്കിൽ കടൽക്ഷോഭ ഭീഷണി ഈ പ്രതിഭാസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒപ്പം തന്നെ ഈ കനത്ത ചൂട്, ഈ മത്സ്യത്തൊഴിലാളികൾ വലിയ വറുതിയിലുമാണല്ലേ? മീൻ കിട്ടാത്ത അവസ്ഥ, പ്രത്യേകിച്ച് ഈ തീരമേഖലകളിലടക്കം ഈ ചൂട് അസഹ്യമായ സാഹചര്യത്തിൽ മീനുകൾ ആഴക്കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകളുമായിട്ട് അല്ലെങ്കിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കടലിൽ പോകുന്നവരും പലപ്പോഴും വെറും കൈയോടെ മടങ്ങി വരേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും തീരം ഇപ്പോൾ വലിയ ആശങ്കയിലുമാണല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള അറുതിയാണ് തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. KP ജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ, അതോടൊപ്പം തന്നെ മറ്റു വരുമാന മാർഗങ്ങളില്ലാത്ത അവസ്ഥ, അറുതിയുടെ കാലഘട്ടം വന്നിരിക്കുന്നു. ഞാനിപ്പോ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വലിയ രീതിയിൽ നോക്കും, വലിയ യാനങ്ങളെല്ലാം, മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളെല്ലാം വെറുതെ തീരത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. കട്ടപ്പര തൊഴിലാളികൾ ജോലി ചെയ്തില്ല, കമ്പവല തൊഴിലാളികൾ ജോലി ചെയ്തില്ല. ഈ ശംഖുമുഖം തീരമൊക്കെ വളരെ സുലഭമായിട്ട് കമ്പവലയൊക്കെ ഉപയോഗിച്ച് തീരത്ത് നിന്ന് മീൻ പിടിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായ തീരമാണ്. പക്ഷേ ഈ കള്ളക്കടൽ പ്രതിഭാസം, അതോടൊപ്പം തന്നെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വ്യതിയാനം, ഇതൊക്കെ ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 3 വർഷം മുമ്പോ ഒരു 4 വർഷം മുമ്പോ ഈ തീരത്ത് വരികയായിരുന്നെങ്കിൽ ഏത് സമയവും മത്സ്യത്തൊഴിലാളികൾ കമ്പവല ഉപയോഗിച്ച് മീൻ പിടിച്ച് വലിയ രീതിയിലുള്ള ആഘോഷവും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന തീരമാണ്. പക്ഷേ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വലിയ രീതിയിലുള്ള ഗണ്യമായിട്ടുള്ള മാറ്റമാണ് ഒരുപക്ഷെ ഒരു ജനവിഭാഗത്തെ, ഒരു ജീവവിഭാഗത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ളത്. ഈ മുന്നറിയിപ്പുകൾ നൽകുന്ന സമയം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും ഈ തീരത്തെത്തി അവരോട് ഇത്തരത്തിലുള്ള മാറി താമസിക്കാനോ അല്ലെങ്കിൽ തീരത്തെത്തി ബുദ്ധിമുട്ടുകളെ പറ്റി, എന്താണ് ഈ നിലവിലെ സാഹചര്യത്തെ പറ്റി വിശദീകരിക്കാനോ ഒന്നും അധികാരികൾക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പോരായ്മയാണ്. പക്ഷെ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളല്ലാതെ അതിലുപരി ഈ തീരത്തെത്തി അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു രീതിയൊന്നും ഇതുവരെ ആയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു കടൽക്ഷോഭ ഭീഷണി അല്ലെങ്കിൽ വലിയ രീതിയിൽ കള്ളക്കടൽ പ്രതിഭാസം കേരളത്തിന്റെ എല്ലാ തീരങ്ങളെയും വലിയ രീതിയിൽ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട്. KP കേരള തീരത്തെ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. സംസ്ഥാനത്തും ഒപ്പം തന്നെ തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് കള്ളക്കടൽ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശംഖുമുഖം തീരത്തു നിന്നും ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്.